എല്ലാരോടും സ്നേഹമായിട്ടൊക്കെ ഇടപെട്ട് അങ്ങനെയൊക്കെയുള്ള രീതി നിന്റെ ഒന്ന് മാറണമല്ലോ. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നതാ. അമ്മ ലച്ചുവോട് അഹങ്കാരം മാറണം തന്നെ ഉദ്ദേശിച്ചീങ്ക? അങ്ങനെയൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മമ്മേ എന്തോന്നാ ലച്ചു ഇത്? കയ്യങ്ങ് പോയല്ലോ, കയ്യങ്ങ് വേദനിച്ചങ്ങ്. അയ്യോ അമ്മ വലിച്ചതമ്മ. ஐயோ என்ன லட்சு இது? இப்படி எல்லாம் அம்மா ஏதா சொன்னா இப்படி எல்லாம் அடிக்க கூடுமா? அம்மா அம்மா டாக்டர்ட்ட போணுமா அம்மா? വേണ്ട. ஐயோ ആന്റി ആന്റി ഇതിന് മാത്രം ഓവറാക്കാൻ ഞാനൊന്നും ചെയ്തൊന്നുമില്ലല്ലോ. ഈ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ വീശില്ല, അതുപോലെ വീശിയതല്ലാതെ അടിച്ചൊന്നുമല്ല. എന്താ എന്താ പ്രശ്നം? ഗൗരി ലച്ചു അമ്മാവ് പോട്ട് അടിച്ചാങ്ക. ലച്ചുവേ എന്റെ അമ്മായി വെറുതെ ഇത് കണ്ടത് ഓവറാക്കാണ്. ഞാൻ അടിച്ചൊന്നുമില്ല. ലച്ചേച്ച എല്ലാരും അടിച്ച്. ഇനി പടകൾ തപ്പുപ്പനെയും കൂടെ ഉള്ളു അടിക്കാൻ. ഇത് കൊച്ചൊന്നും തന്നാണ്ടല്ലോ. ആ എന്നെ അടിക്കും. എന്തോന്ന് ലച്ചു, നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കാദ്യം. എന്റെ അമ്മായി എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഉടനെ എന്നെ ചെയ്തോളൂ. ആര്? ഞാനാ? എല്ലാരും നിർത്തിക്കേ. ആരും എന്റെ കൊച്ചിനെ കുറ്റം പറയണ്ട. ഞാൻ ഈ കൊച്ചിനോട് അങ്ങ് ക്ഷമിച്ചു. ഇപ്പൊ അവളെന്നെ അടിച്ചില്ലേ, സമയദോഷം കൊണ്ടാ. ഞാൻ അങ്ങ് ക്ഷമിച്ചു. അമ്മൂമ്മ ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചതല്ല, വീശിയപ്പോ കൊണ്ടതാണെന്ന്. ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി എപ്പോ അടിക്കുമ്പോഴും പറയും ഞാൻ അറിയാതെ അടിച്ചതാണ്. ഈ കൊച്ചിനെ ഞാൻ ലച്ചു നീ ഇങ്ങനെ വയലന്റ് ആവാതെ. നീ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു ഭർത്താവ് അടുത്തില്ലാത്ത ഭാര്യയുടെ ദുഃഖമാണ് ഈ പ്രതിഫലിക്കുന്നത്. ലച്ചു നീ വിഷമിക്കാതെ. ലച്ചു എതുക്ക് ലച്ചു ഇപ്പൊ പ്രശ്ന പண்ற? ഞാൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കും. ഞാനാണല്ലോ ഈ വീട്ടിലെ മോശക്കാരി. ഞാനാണല്ലോ എല്ലാരും അടിക്കണത്. ഞാൻ ഇനിയും തല്ലും. എന്താണ് രാവിലെ തന്നെ ബഹളം അലർച്ചയൊക്കെ? മനുഷ്യ സമാധാനത്തോടെ അമ്പലത്തിൽ പോയി വരാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും. അല്ല എന്താണ് ചേച്ചിയുടെ ഉദ്ദേശം? നന്നാവണമെന്ന് ഒരു വിചാരമില്ലേ? സുഖമോട് ചേച്ചി കുളിച്ചാണൂല്ലേ? കൊച്ചേ ഞാൻ രാവിലെ വിളിച്ചതാ. ശിവമോളിന് 2 ദിവസം കഴിഞ്ഞല്ലേ ചെന്നൈക്ക് പോകത്തുള്ളൂ. എന്റെ പൊന്നുമോക്ക് വേണ്ടിയാണ് അമ്മൂമ്മ പ്രാർത്ഥിച്ചത്. എന്റെ പൊന്നുമോടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കണമെന്ന് ഈശ്വരോട് ഇപ്പൊ പ്രാർത്ഥിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ചു നേരത്തെ പറഞ്ഞ് എന്റെ കാര്യം അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേന്ന്. എന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട്. കള്ളം പറഞ്ഞതായിരുന്നോ? അല്ല, നിന്റെ കാര്യവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോടെ കാര്യവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. എന്താണ് നല്ല ചറവറ മെസ്സേജ് അയക്കുന്നോണ്ട് ചോദിച്ചു എന്താണെന്ന്. ഒന്നുമില്ല. ആർക്കാ മെസ്സേജ് അയക്കുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്. എന്താ അയച്ചേ? അത് പറയാൻ പറ്റൂല. എന്താ? അല്ല അതിപ്പോ എന്തിനാ ചേച്ചി അറിഞ്ഞിട്ട്? ഞാൻ നിന്റെ ചേച്ചിയാണല്ലോ, അപ്പൊ അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ അറിഞ്ഞ? എന്തിനാ ഇത് ചോദ്യം ചെയ്യല? ഞാൻ എന്ത് കുറ്റവാളിയാ? അതെ എനിക്ക് വയസ്സ് 19 കഴിഞ്ഞേട്ടാ. ഈ ചോദ്യം ചെയ്യലൊന്നും നടക്കൂല. ഓ വയസ്സ് 19 കഴിഞ്ഞല്ലേ? ഞാൻ വിചാരിച്ച പാറുവിനേക്കാളും 2-3 വയസ്സ് മൂപ്പേ ഉണ്ടാവുള്ളൂ എന്ന്. എല്ലാണ്ടങ്ങ് വിചാരിക്കല്ലേ. ഞങ്ങൾ കൊച്ചാക്കൊന്നും വേണ്ട. ഓ സമ്മയിച്ച്. താനങ്ങ് വളർന്ന്. വളർന്നു. വളർന്നത് കൊണ്ടാണല്ലോ അമ്മൂമ്മക്ക് ഇത്ര വെപ്രാളം. അമ്മൂമ്മക്ക് എന്തോ വെപ്രാളം? അത് വിട്. ഇപ്പൊ അത് നീ അറിഞ്ഞ രാവിലെ ചുമ്മാ ടെൻഷൻ അടി അല്ല പാറു.